ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോ ആണ്. നമ്മുടെ വീഡിയോ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് റാസൽ ഖൈമയിലെ ഒരു സ്ഥലമാണ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ബ്രദറിൻ്റെ വർക്ക് പ്ലേസാണ് ഇത്. ആക്ച്വലി അവനൊരു ഡോഗ് ട്രെയിനറായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ പോകുന്നത് ഇന്ന് നാഷണൽ ഡേയുടെ ദിവസമാണ്, ഡിസംബർ 2. അതുകൊണ്ട് തന്നെ എല്ലാവരും ദുബായിലും ഷാർജയിലൊക്കെ ഫുൾ ക്രൗഡാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റാസൽ ഖൈമ സ്ഥലം ചൂസ് ചെയ്തു. ഇവിടെ ആകുമ്പോൾ നമുക്ക് അധികം ഒരു ട്രാഫിക്കോ അതൊന്നും ഇല്ലാണ്ട്, ക്രൗഡും ഇല്ലാണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങി. ഒരു 4 ഫാമിലി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ടോട്ടൽ, ഇൻക്ലൂഡിങ് അസ്. ഇത് അവൻ്റെ വർക്ക് പ്ലേസാണ്, ഇൻക്ലൂഡിങ് അവൻ്റെ അക്കോമഡേഷനും കൂടി ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അവിടെ നിന്ന് നമ്മൾ ചെറിയൊരു സൂവിലേക്ക് പോയി. സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പബ്ലിക് സൂ അല്ല, പ്രൈവറ്റ് സൂ ആണ്. ഇവൻ്റെ ഒരു ചെറിയൊരു പരിചയമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് പോകാൻ പറ്റിയത് തന്നെ. അല്ലെങ്കിൽ നമുക്ക് അവിടെ എൻട്രി തരുന്നതല്ല. അവിടെ നിന്നൊരു 2 കിലോമീറ്റേഴ്സ് ഉള്ളൂ അവിടുന്ന് ആ സൂവിലോട്ട്. സൂ വളരെ ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു ആക്ച്വലി. അധികം തിരക്കില്ലാണ്ട് നമ്മൾ വേറെ എവിടെ പോയാലും, പബ്ലിക്കായിട്ട് എവിടെ പോയാലും ഭയങ്കര എൻട്രി ഫീ ഉണ്ടാവും. അതേമാതിരി തന്നെ നമുക്കൊരു തിക്കും തിരക്കും ആൾക്കാരുടെ ബഹളവും അതൊക്കെയാണ് നോർമലി ഉണ്ടാവുക. പല സൂലും നമ്മൾ പോയിട്ടുണ്ട്, പക്ഷേ ഇവിടെ ആകുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായുള്ളൂ. ആക്ച്വലി അവിടുത്തെ കുറച്ച് പണിക്കാരും അത് മാത്രമേ ഉണ്ടായുള്ളൂ. നമുക്ക് ഫീഡ് ചെയ്യാനും എല്ലാത്തിനും സുഖമായിട്ട് ചെയ്യാൻ പറ്റി. അവർ നമുക്കും വളരെ മര്യാദയോടുള്ള എല്ലാ പെരുമാറ്റം ചെയ്ത് കിട്ടി. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായി വിധത്തിൽ നമുക്ക്. നാഷണൽ ഡേ നമ്മൾ സത്യത്തിൽ അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം. അതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലതരം മൃഗങ്ങളും എല്ലാതും ഉണ്ടായിരുന്നു അവിടെ. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ഥലമായിരുന്നു എന്തായാലും. പിന്നെ അവിടെ തന്നെ സ്നേക്കിൻ്റെ ഒരു ഷെൽട്ടർ ഉണ്ടായിരുന്നു. നമുക്ക് സ്നേക്കിനൊക്കെ കൈകൊണ്ട് പിടിക്കാൻ പറ്റി. ആക്ച്വലി എൻ്റെ മോളും കൂട്ടുകാരൻ്റെ മകളൊക്കെ പിടിച്ചു. ആക്ച്വലി എനിക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ ഞാൻ സ്നേക്കിനെ കയ്യിലെടുത്തില്ല. അത് കടിച്ചാലും പ്രോബ്ലം ഒന്നുമില്ല, പക്ഷെ എന്നാലും എനിക്കത് ഒരു കാണുമ്പോൾ ഒരു നമുക്കൊരു സുഖമില്ല, കംഫർട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് എടുത്തില്ല. മോളും കൂട്ടുകാരികളൊക്കെ എടുത്തു അതിനെ. അതിൻ്റെ വീഡിയോസാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്.
അതിൽ കുറച്ച് ഭാഗങ്ങളുണ്ട് നമുക്ക് കൊണ്ട് കാണാനും അതിനൊക്കെയുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. നമ്മൾ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തു അവിടെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത്. 4 ഫാമിലിയും സത്യത്തിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇത്. പിന്നെ ഈ സൂ റാസൽ ഖൈമിലെ അൽഗയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. പക്ഷേ എല്ലാവർക്കും അവിടെ നിന്ന് എൻട്രി കിട്ടുമോ എന്നുള്ളത് അറിയില്ല. അവിടെ ആരെങ്കിലും പരിചയക്കാരോ അങ്ങനെ ഫ്രണ്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അവിടെ നമുക്ക് എൻട്രി കിട്ടുക. അതർ വിസിറ്റേഴ്സിന്, ഔട്ട്സൈഡ് വിസിറ്റേഴ്സിന് മേ ബി കിട്ടാൻ ചാൻസസ് കുറവാണ്. അങ്ങനെ സൂലെ ഒരുവിധം നമ്മൾ കണ്ട് അവസാനിപ്പിച്ചു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാം ഉണ്ടായിരുന്നു, അവരുടെ തന്നെയാണ് ഫാം. പിന്നെ നമ്മൾ അതിലോട്ട് ഇറങ്ങി. അവിടെ ഹോഴ്സും അതൊക്കെ ഉണ്ടായിരുന്നു. അവർ കുറച്ച് കറിവേപ്പില അതൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു. എല്ലാം ഫ്രീ ആണ്. കുറേ അധികം വേപ്പില, അതേമാതിരി പയർ, അങ്ങനെ പല വെജിറ്റബിൾസും അതൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അത് അനാറാണ് കാണുന്നത്. അനാറിൻ്റെ അങ്ങനെ 2-3 അതേമാതിരി മുരിങ്ങയില, വേപ്പില. വേപ്പില ഓൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ കുറച്ചധികം ഇതൊക്കെ ഉണ്ട്. അവിടെ ഒരു ഹോഴ്സിൻ്റെ ക്യാബിനും അതൊക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി. അതൊക്കെ ഇതിൽ വീഡിയോസിൽ വരുന്നുണ്ട്. നല്ലൊരു സ്ഥലമായിരുന്നു റാസൽ ഖൈമയിലെ. ആക്ച്വലി വിൻ്ററിൽ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഇതേമാതിരി റാസൽ ഖൈമ, ഫുജൈറ അങ്ങനത്തെ ഏരിയാസ്. നല്ല തണുപ്പും അതിൻ്റേതായ പ്രകൃതി ഭംഗി എല്ലാതും ഉണ്ട് ആക്ച്വലി. അങ്ങനെ ആ ഫാം കഴിഞ്ഞ് ഇത് വേറെ ചെറിയൊരു ഫാമാണ്. അവിടെ പോയി അവിടെ നമ്മുടെ ഒരു മലയാളി തന്നെ, തിരുവനന്തപുരം ഒരു ആളായിരുന്നു അവിടുത്തെ ഒരു മെയിൻ ആൾ, സൂപ്പർവൈസർ. അപ്പോൾ അവിടുത്തെ ഒരു വിശേഷങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് തക്കാളി, കുക്കുംബർ അതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. അതേമാതിരി കുറച്ച് ഹെർബ്സിൻ്റെ ചെടികളും അതൊക്കെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്നു. കുക്കുംബറൊക്കെ വളരെ ചെറിയ കുക്കുംബറും വളരെ സ്വീറ്റായിരുന്നു ആക്ച്വലി. ടൊമാറ്റോ പ്രത്യേകിച്ച് സ്വീറ്റാന്ന് പറയുന്നത്, അത് എടുത്ത് പറയണത്. അതാണ് സ്മോൾ ടൊമാറ്റോ ആയിരുന്നു, വളരെ സ്വീറ്റായിരുന്നു, വളരെ സ്വീറ്റ്. അതിന് ശേഷം നമ്മുടെ പിന്നെ ഡിന്നർ പരിപാടിയിലായിട്ടായിരുന്നു കടന്നത്. അതാണ് കാണുന്നത്. നമ്മൾ ചെറിയ ബാർബിക്യൂം അതും എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ. അത് നമ്മുടെ കൂട്ടുകാരൻ്റെ കോമ്പൗണ്ടിൽ തന്നെ നമ്മളിത് സെറ്റ് ചെയ്തത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ എന്തെങ്കിലും ഒരു പബ്ലിക് ഹോളിഡേയ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഏറ്റവും നല്ലത് ഔട്ടിങ്ങിന് ഏറ്റവും പറ്റിയത് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. ഷാർജ, ഫുജൈറ വലിയ ക്രൗഡ് ഇല്ലാണ്ട് പോകാനും പറ്റും. നമുക്ക് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് റിമെമ്പറബിളായിട്ടുള്ളൊരു ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ കളിക്കലും അവിടെ ചീട്ട് കളിക്കലും അങ്ങനെ എല്ലാതും വളരെ എൻജോയ് ചെയ്തു സത്യത്തിൽ. അറൗണ്ട് 12 o'clock വരെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. അന്ന് നമ്മൾ ഫുൾ ടയേർഡായി, എങ്കിലും വളരെ മെമ്മറബിളായിട്ടുള്ളൊരു ട്രിപ്പ് തന്നെയായിരുന്നു അത്. കുറേ ഫുഡ് അങ്ങനെ ബാലൻസ് വന്നു. അതൊക്കെ അവിടെ തന്നെ തൊട്ടടുത്ത ഫാമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും കുറച്ച് ബംഗാളീസ് അവരൊക്കെ ഉണ്ടായിരുന്നു, UP-ക്കാർ അവർക്കൊക്കെ കൊടുത്തു. ശേരി മീനാണ്. അതേമാതിരി എല്ലാ ഗ്രില്ലും കുറേ ബാലൻസായി ആക്ച്വലി. അവർക്കൊക്കെ ചെയ്ത് നമ്മൾ പിന്നെ അവിടെ നിന്ന് അത് അവസാനിപ്പിച്ചു ഓൾമോസ്റ്റ്. അതിന് ശേഷം അവിടെ ഡോഗ് ഷെൽട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളൊക്കെ അതിലോട്ട് പോകും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരാം വീണ്ടും. ഓക്കെ, എല്ലാവർക്കും ബൈ.